തൃശൂർ കുന്നംകുളത്ത് വൃക്കരോഗിയായ യുവാവിനെ കബളിപ്പിച്ച് ഇടനിലക്കാർ പണം തട്ടിയെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. പാറയമ്പാടം സ്വദേശി സഞ്ജയ് രാജിന്റെ പരാതിയിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കമ്മീഷന്റെ അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. ആരോഗ്യപരമായ അവശതകളാലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണവും പ്രതിസന്ധിയിലായ സഞ്ജയ്ക്ക് ആശ്വാസമാവുകയാണ് ന്യൂസ് മലയാളത്തിന്റെ വാർത്താ ഇടപെടൽ. വൃക്കരോഗിയായ സഞ്ജയെ ചികിത്സയ്ക്കായി സഹായിക്കണമെന്ന് വാഗ്ദാനം നൽകി ഇടനിലക്കാർ കബളിപ്പിച്ചെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. കുന്നംകുളം പാറയമ്പാടം സ്വദേശിയായ സഞ്ജയുടെ 15 സെന്റ് വസ്തു വിൽപ്പന നടത്തി തുച്ഛമായ തുക മാത്രം നൽകി സാമ്പത്തികമായി കബളിപ്പിച്ചെന്നായിരുന്നു പരാതി. ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത്. അത് ഒന്നില്ലെങ്കിൽ അവരത് തീരുമാനമാക്കി തരിക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാൻഡ് തിരിച്ചു തരിക എന്നുള്ളതാണ്. ഇവരിങ്ങനെ ഒരു ലോബിയാണ്, പോലീസും വക്കീൽമാരും ഗുണ്ടകളൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു ലോബിയാണ് ഇവർ. അപ്പോൾ ഇവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇത് സ്ഥിരം ഇത് നമ്മളൊരു പ്രത്യേക ഒരു സെല്ല് രൂപീകരിച്ച് ഒരു പരാതി സെല്ല് രൂപീകരിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് പരാതികൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. വാർത്തയിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് കേസെടുത്ത് പരാതി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത പോലീസിനോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ചാലുടൻ കേസ് അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി വിവിധ രോഗങ്ങളാൽ ശാരീരികമായും മാനസികമായും വലിയ പ്രതിസന്ധിയിലാണ് സഞ്ജയ് രാജ്. ഇതിനിടയിൽ സാമ്പത്തികമായി കബളിപ്പിക്കപ്പെട്ടതോടെ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് സഞ്ജയ്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.